ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലൊരു ഫേസ് പെയിൻറ്റിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഫേസ് പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ഒരു കലാകാരൻ്റെ കലാസൃഷ്ടിനെ പുറം ലോകം കാണിക്കാനുള്ള ഒരു മാർഗം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഫങ്ഷൻ വരുമ്പോൾ മെഹന്തി ഇടാറില്ലേ, അപ്പോൾ ആ മെഹന്തിക്കുള്ള അതേ പ്രാധാന്യം തന്നെയാണ് ഫേസ് പെയിൻറ്റിങ്ങിന് വെസ്റ്റേൺ കൺട്രീസിൽ ഉള്ളത്. അതായത് അവർ മെയിനായിട്ട് ചെയ്യുന്ന ഒക്കേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസ്, ചിൽഡ്രൻസ് ഫൺ ഡേ, സ്കൂൾ ഫെസ്റ്റ്, അതുപോലുള്ള ഒക്കേഷൻസിൽ. അപ്പോൾ ഇവിടെ മോൾക്ക് ഇത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സമയത്ത് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് മാർക്കറ്റിലൊന്ന് കറങ്ങാൻ പോയ സമയത്ത് ഒരു നീണ്ട ക്യൂ കണ്ടു. ആ ക്യൂവിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഡ്രോയിങ് സെൻറ്റർ ഉണ്ട്. അവിടെ കുട്ടികളൊക്കെ ഇരുന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ പാരൻസൊക്കെ ക്യൂവിലും ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കുട്ടികൾക്ക് വേണ്ടി ഫേസ് പെയിൻറ്റിങ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മലയാളികൾ ഫ്രീ ആയി കൊടുക്കുന്ന കാര്യങ്ങളൊന്നും വെറുതെ വിടാറില്ലല്ലോ, നമ്മളൊന്നും ആ ക്യൂവിൽ. അങ്ങനെ മോളുടെ ടേൺ വന്ന സമയത്ത് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അതുപോലെ കുറച്ച് ജീവികളുടെയും പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു അവൾക്ക്. അപ്പോൾ അതിൽ നിന്ന് അവൾ ചൂസ് ചെയ്തത് യൂണിക്കോൺ ആയിരുന്നു. അപ്പോൾ അവർ ആ പിക്ചറിൽ എങ്ങനെ കാണിച്ചു കൊടുത്തു അത് തന്നെയാണ് അവളുടെ മുഖത്തും വരഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൻ്റെ ഗുണം എവിടെയാണെന്ന് വെച്ചാൽ, അവരിഷ്ടപ്പെടുന്നൊരു ക്യാരക്ടറായിട്ട് കുറച്ച് സമയമാണെങ്കിലും അവർക്ക് ആ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ അവരെ സംബന്ധിച്ച് ആ ഒരു ചെറിയ ഹാപ്പിനെസ്സും അത് വഴി അവർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസും, പിന്നെ അവർ വിശ്വസിക്കുന്ന അവരെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിലെ സൂപ്പർ പവറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ. കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് ഈ ഒരു ഫേസ് പെയിൻറ്റിങ്ങിന് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മോളുടെ ആ സന്തോഷവും അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ കുട്ടികൾക്ക് എത്രത്തോളാണെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ ആ ഒരു കലാകാരനെ സംബന്ധിച്ച് അവരുടെ കലേനെ ഇങ്ങനെ എല്ലാവരും മുന്നിൽ ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നതും വലിയൊരു നല്ല കാര്യമല്ലേ. അപ്പം ഇതായിരുന്നു അവളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.